ആലപ്പുഴക്കാരൻ കൃഷ്ണമേനോന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം മികച്ചൊരു ബിസിനസ്സുകാരനാകണം എന്നായിരുന്നു. അയൽക്കാരനും അകന്ന ബന്ധുവുമായ ഡോക്ടർ SR ചന്ദ്രനുമായുള്ള മേനോന്റെ പിതാവിൻ്റെ അടുപ്പമാണ് കൃഷ്ണമേനോനെ അങ്ങ് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ എത്തിച്ചത്. ഡോക്ടർ SR ചന്ദ്രൻ അന്ന് വെറ്റിനറി കോളേജിലെ ബാക്ടീരിയോളജി പ്രൊഫസറായിരുന്നു. കൃഷ്ണമേനോൻ പഠനകാര്യത്തിൽ അല്പം ഉഴപ്പനായിരുന്നുവെങ്കിലും മികച്ചൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. 4 വർഷത്തെ BVSc കോഴ്സ് പാസ്സാകാൻ മേനോൻ 6.5 വർഷമെടുത്തു. സർക്കാർ മൃഗാശുപത്രിയിലെ ജോലി ഇഷ്ടമല്ലാത്തതിനാൽ കേരളത്തിൽ ജോലിക്കൊട്ട് ശ്രമിച്ചതുമില്ല. മാത്രമല്ല അക്കാലത്ത് വെറ്റിനറിക്കാർക്ക് കേരളത്തിൽ ജോലി സാധ്യത പരിമിതമായിരുന്നു. ഡയറി ടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി മേനോൻ കർണാലിയിലെത്തി. ആലപ്പുഴക്കാരൻ ഡോക്ടർ രാമയ്യയാണ് അന്ന് അവിടെ പ്രിൻസിപ്പൽ. മാർക്ക് അല്പം കുറവാണെങ്കിലും അദ്ദേഹം കൃഷ്ണമേനോന് അവിടെ പ്രവേശനം നൽകി. പ്രവേശന ഫീസായി 750 രൂപ അടയ്ക്കണം. 750 രൂപ ഉടൻ മണി ഓർഡർ അയക്കണമെന്ന് ആവശ്യപ്പെട്ട് മേനോൻ അമ്മയ്ക്ക് ടെലഗ്രാം അടിച്ചു. എന്നാൽ അമ്മ അയച്ച പണം സമയത്തിന് കർണാലിൽ എത്തിയില്ല. അതിനാൽ മേനോന്റെ അവസരം നഷ്ടമായി. 3 വർഷത്തിന് ശേഷമാണ് ആ മണി ഓർഡർ മേനോന് ലഭിക്കുന്നത്. ഒരുപക്ഷെ അന്ന് സമയത്തിന് ആ മണി ഓർഡർ ലഭിച്ചിരുന്നുവെങ്കിൽ മേനോന്റെ ജീവിതം മറ്റൊരു തരത്തിലാകുമായിരുന്നു. കേരളത്തിലേക്ക് മടങ്ങിയ മേനോൻ ഷാവാലസ് കമ്പനിയുടെ വെറ്റിനറി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായി. അതിന് ശമ്പളം 1050 രൂപ. അക്കാലത്ത് സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന വെറ്റിനറി സർജന് അലവൻസ് അടക്കം 600 രൂപയാണ് ശമ്പളം. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായിരുന്നു മേനോന്റെ മേഖല. മേനോനിൽ ഉറങ്ങിക്കിടന്ന ബിസിനസ്സുകാരൻ സടകുടഞ്ഞെഴുന്നേറ്റു. 1 വർഷം കൊണ്ട് മേനോൻ മരുന്ന് വിൽപ്പന 5 ഇരട്ടിയാക്കി. അതോടെ റീജിയണൽ മാനേജറായി സ്ഥാനക്കയറ്റവും ലഭിച്ചു. അന്ന് ഷാവാലാസിന് മികച്ചൊരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു. മേനോനായിരുന്നു ക്യാപ്റ്റൻ. അക്കാലത്ത് ഇന്ത്യയിൽ പര്യടനത്തിനെത്തിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം മേനോന്റെ ഫുട്ബോൾ കളി കാണാനിടയായി. ക്രിക്കറ്റ് ടീമിൽ അംഗമായ അലക്സാണ്ടർ വെറ്റിനറി ഡോക്ടറായിരുന്നു. അദ്ദേഹം മേനോനെ ജമൈക്കയിലേക്ക് കൊണ്ടുപോയി. ജമൈക്കയിൽ പാരീഷ് വെറ്റിനറി ഓഫീസർ തസ്തികയിലായിരുന്നു മേനോന്റെ ആദ്യ നിയമനം. ഒപ്പം അവിടുത്തെ ഫുട്ബോൾ ചാമ്പ്യന്മാരായ ഹാർബർ വ്യൂ ക്ലബിന് വേണ്ടി ഫുട്ബോൾ കളിയും തുടങ്ങി. 3 കൊല്ലം മേനോൻ ജമൈക്കയിൽ ജോലി ചെയ്തു. ജമൈക്കയിൽ നിന്നും മേനോൻ കെയ്ൻ ദ്വീപസമൂഹത്തിലെത്തുന്നത് കമ്മീഷണർ ഓഫ് അഗ്രികൾച്ചർ ആയിട്ടാണ്. നാട്ടിലെ കൃഷി സെക്രട്ടറിക്ക് തുല്യമായ തസ്തിക. അവിടുത്തെ ഗവർണർ പീറ്റർ ലോയിഡ് മുൻപ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറേറ്റിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്നു. അക്കാലത്ത് മേനോനുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ആളാണ്. അതുപോലെ കെയ്നിലെ കൃഷിമന്ത്രി ജോൺ മക്ലിൻ മേനോന്റെ അയൽവാസിയും സുഹൃത്തുമായിരുന്നു. ഈ ബന്ധങ്ങളെല്ലാം മേനോന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അക്കാലത്ത് 4 വകുപ്പുകളായിരുന്നു മേനോൻ കൈകാര്യം ചെയ്തിരുന്നത്. വെറ്റിനറിക്ക് പുറമെ കൃഷി, മത്സ്യബന്ധനം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ എല്ലാം തന്നെ ഇംഗ്ലീഷുകാരായിരുന്നു. അക്കാലത്ത് അവിടുത്തെ നായ്ക്കളിൽ ഒരു മാരകമായ രോഗം പിടിപെട്ടു. ഹാർട്ട് വേം ഡിസീസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇംഗ്ലീഷുകാരായ ഡോക്ടർമാർക്ക് ഫലപ്രദമായി ഈ രോഗത്തെ തടയാനായില്ല. സ്വതേ നായ്ക്കളോട് ഇഷ്ടമുള്ള മേനോന് നായ്ക്കളുടെ ഈ പരിതാപകരമായ അവസ്ഥ കണ്ടു നിൽക്കാനായില്ല. അദ്ദേഹം പല വഴികൾ ആലോചിച്ചു തലപുകച്ചു. പെട്ടെന്നാണ് മേനോന് തൻ്റെ ആലപ്പുഴയിലെ ജീവിതാനുഭവം ഓർമ്മ വന്നത്. സത്യത്തിൽ ആ മൃഗസ്നേഹമാണ് മേനോന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി കൊടുത്തത്. പനിച്ചു വിറച്ച് വിമ്മിഷ്ടപ്പെടുന്ന മന്ദരോഗികൾക്ക് ആലപ്പുഴയിലെ ഡോക്ടർമാർ തൈബൻഡസോൾ ഗുളികകൾ കൊടുക്കുമ്പോൾ ആശ്വാസമുണ്ടാകാറുണ്ട്. ഈ കാര്യം മേനോൻ പെട്ടെന്ന് ഓർത്തു. മേനോൻ ആ രാത്രി ആ മരുന്ന് ഈ നായ്ക്കളിൽ പ്രയോഗിച്ചു നോക്കി. അത് മികച്ച ഫലം നൽകി. ആ സംഭവം വലിയ വാർത്തയായി. അക്കാലത്ത് തൈബൻഡസോൾ മേ ആൻഡ് ബേക്കർ കമ്പനിയുടെ ഉൽപ്പന്നമായിരുന്നു. വാർത്ത അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മേനോന്റെ നല്ല കാലം തെളിഞ്ഞു. ഇക്കാലത്താണ് വെസ്റ്റ് ഇൻഡീസിലെ മറ്റൊരു ദ്വീപിൽ പന്നികളിൽ ആഫ്രിക്കൻ സോയിൽ ഫീവർ രോഗം പിടിപെട്ടത്. അത് റിപ്പോർട്ട് ചെയ്യാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ടോം സിൽവർ എത്തിയിരുന്നു. അദ്ദേഹം ലോക ആരോഗ്യ സംഘടനയുടെ പ്രാദേശിക ശാഖയിലെ പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൺസൾട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ മേനോൻ്റെ അടുക്കലെത്തി. മേനോൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാര്യങ്ങൾ പഠിച്ച് നന്നായി അവതരിപ്പിച്ചു. അത് ശരിക്കും ഏറ്റു. ടോം സിൽവർ മേനോനെ ഡോക്ടർ ടോം ഫ്രൈക്ക് പരിചയപ്പെടുത്തി. ആ പരിചയമാണ് മേനോൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഡോക്ടർ ടോം ഫ്രൈ അക്കാലത്ത് ഫൈസർ ആൻഡ് കമ്പനിയുടെ ശാസ്ത്ര ഉപദേശകനായിരുന്നു. ഡോക്ടർ ഫ്രൈ മേനോന് തൻ്റെ കമ്പനിയിൽ ശാസ്ത്രജ്ഞനായി ജോലി വാഗ്ദാനം ചെയ്തു. അതുവരെ മേനോൻ്റെ കൈമുതൽ മണ്ണോത്തയിൽ നിന്നുള്ള ബിരുദം മാത്രമായിരുന്നു. പിന്നെ ജമൈക്കയിൽ പ്രവർത്തിച്ച അനുഭവജ്ഞാനവും. ഫൈസറിലെത്തിയ മേനോൻ ഡോക്ടർ ടോം ഫ്രൈയുമായി അടുപ്പത്തിലായി.
3 മാസത്തിനുള്ളിൽ ഡോക്ടർ ടോം ഫ്രൈ മേനോൻ്റെ ഫൈസറിലെ ജോലി രാജിവെപ്പിച്ചു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ ലാബിലേക്ക് സയൻറ്റിസ്റ്റായി കൊണ്ടുപോയി. അപ്പോൾ ഒരു പ്രശ്നം, ഹാർവാർഡിലെ നിയമമനുസരിച്ച് അവിടെ ജോലി ചെയ്യണമെങ്കിൽ ഡോക്ടറേറ്റ് വേണം. ഡോക്ടർ ടോം അദ്ദേഹത്തിൻ്റെ കീഴിൽ നേരിട്ട് PhDക്ക് ചേർത്തു. 34 മാസം കൊണ്ട് മേനോൻ ഹാർവാർഡിൽ നിന്നും ഫാർമക്കോളജിയിൽ ആദ്യത്തെ PhD നേടി. മനുഷ്യ ശരീരത്തിലെ ഫോളിയേജ് മെക്കാനിസം ആയിരുന്നു മേനോൻ്റെ ഗവേഷണ വിഷയം. ലോകത്ത് ആദ്യമായി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിച്ച മരുന്നുകളിൽ ഒന്നായിരുന്നു മിത്തോട്രിക്സേറ്റ്. ഇതിൻ്റെ ഫോളിഫേറ്റിംഗ് മെക്കാനിസത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിനാണ് ഡോക്ടർ ടോം ഫ്രൈക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ആ പഠനത്തിൽ മേനോനും പങ്കാളിയായി. അതോടെ മേനോൻ ക്യാൻസർ രോഗവുമായി അക്ഷരാർത്ഥത്തിൽ പ്രണയത്തിലായി. ക്യാൻസർ വഴികളിലൂടെയായി മേനോൻ്റെ തുടർന്നുള്ള യാത്രകൾ. ഡോക്ടർ ടോം ഫ്രൈയാണ് മേനോനെ MDക്ക് വിടുന്നത്. അതിനാവശ്യമായ ആശുപത്രി പരിചയത്തിനായി ക്ലിനിക്കൽ കോമ്പിറ്റൻസി ടെസ്റ്റ് പാസ്സാകണം. അത് പാസ്സാകാനും ഡോക്ടർ ടോം ഫ്രൈ മേനോനെ സഹായിച്ചു. അതിനുശേഷമാണ് മേനോൻ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായതും മനുഷ്യ ചികിത്സാ രംഗത്ത് എത്തുന്നതും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വിട്ട മേനോൻ സാൻഡോസ് കമ്പനിയുടെ ലെങ്സ് പ്രൊജക്റ്റിൻ്റെ തലവനായി. അക്കാലത്താണ് ബെയർ കമ്പനി ഡയറക്ടർ മേനോനെ ക്ഷണിക്കുന്നത്. ബെയർ കമ്പനിയിൽ ക്യാൻസർ ഡിവിഷൻ തലവനായിട്ടായിരുന്നു മേനോൻ്റെ നിയമനം. മേനോൻ നടത്തിയ ക്യാൻസർ ഗവേഷണങ്ങളിലേറെയും അവിടെ വെച്ചായിരുന്നു. അതിനിടെ ബെയർ കമ്പനി അവരുടെ ക്യാൻസർ ഡിവിഷൻ റോഷ് കമ്പനിക്ക് കൈമാറി. മേനോനെ ബെയറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായ ജർമ്മനിയിലേക്ക് അയച്ചു. യൂറോപ്പിലെ താമസം മേനോന് ഇഷ്ടമല്ലെന്നറിഞ്ഞപ്പോൾ അവർ മേനോനെ തെക്കേ അമേരിക്കയിലെ പെറുവിൽ കമ്പനി ആസ്ഥാനത്ത് ഗവേഷണ തലവനായി നിയോഗിച്ചു. ബെയറിൽ നിന്നുമാണ് മേനോൻ ഇലായി ലില്ലിയുടെ ക്യാൻസർ വിഭാഗം തലവനാകുന്നത്. അവിടെ നീണ്ട 12 വർഷം ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അദ്ദേഹം സ്വയം കണ്ടുപിടിച്ചു. പിന്നെ ലോകപ്രശസ്തനാകാൻ അധിക നാളുകൾ വേണ്ടി വന്നില്ല. എന്താണ് ഉയർന്ന വിജയം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് കൃഷ്ണമേനോൻ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. ഇതിൽ ജംസാർ, അലീംഡ എന്നീ മരുന്നുകൾ മാത്രം ഒരു വർഷം വിറ്റുവരവ് $401 കോടി ഇലായി ലില്ലി വിട്ട മേനോൻ അമേരിക്കയിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങി. ഇന്ത്യയിലും ഇതിന് ബ്രാഞ്ചുകളുണ്ട്. പിന്നെ അമേരിക്കയിൽ തന്നെ നാനോ വൈറീസിഡൽ എന്നൊരു പ്രസ്ഥാനവും പടുത്തുയർത്തി. അതിൻ്റെ ഫൗണ്ടറും ചീഫ് റെഗുലേറ്ററി ഓഫീസറുമാണ് മേനോൻ. മേനോൻ്റെ മറ്റൊരു കമ്പനി സെൽസ്യൂട്ടിക്കൽസ് 2008 ഡോക്ടർ ടോം ഫ്രൈയുമായി സഹകരിച്ച് മേനോൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ചു. 1963 നോബൽ സമ്മാന ജേതാവായ ഹർ ഗോവിന്ദ് ഖുറാന അതിൽ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇതിനു പുറമെ 4 അമേരിക്കൻ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറുമാണ് മേനോൻ. 1998 എംപ്ലോയി ഓഫ് ദ ഇയർ അവാർഡ് ജേതാവായ മേനോൻ 1999 സയൻറ്റിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് ബുഷിൽ നിന്നും ഏറ്റുവാങ്ങി. പിന്നീട് ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഇദ്ദേഹം ഇന്നിപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. നോക്കൂ, ചില തടസ്സങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തിയ ഗുണകരമായ മാറ്റം എന്തൊക്കെയാണെന്ന് കണ്ടില്ലേ? നമ്മുടെ മുന്നിലെത്തുന്ന തടസ്സങ്ങളെ കണ്ട് നിരാശപ്പെട്ട് പിന്തിരിയാതെ വിജയിക്കാനുള്ള മറ്റു വഴികൾ തേടിക്കൊണ്ടേയിരിക്കണം. അതിന് പിന്തുണയായി ഈ പ്രപഞ്ചശക്തി നമ്മോടൊപ്പം ഉണ്ടാകും, തീർച്ച.